ഞാൻ ഇന്നലെ എപ്പോഴാ വന്നത്? എന്നെ മോളെ കഷ്ടത്തിലാക്കാൻ തന്നെ സുഖേട്ടൻ തീരുമാനിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ? 3-4 പേര് പിടിച്ചോണ്ട് വന്ന് സുഖേട്ടന് വരാന്തേ കിടത്തായിരുന്നു. ഒച്ചയും ബഹളവും കേട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. കുടിച്ചതാണെന്ന് പിന്നല്ലേ മനസ്സിലായത്. എവിടെ നിന്നിട്ട് സുഖേട്ടന് പുതിയ സ്വഭാവം? പുതിയതല്ല അല്ലേ? ഇനി ഇത് സ്ഥിരമാക്കിയാലോ എന്ന് ആലോചിക്കുക. തൽക്കാലത്തെ മനഃശാന്തിക്ക് ആദ്യം നല്ല മരുന്നാ. സുഖേട്ടാ, സുഖേട്ടനത് എന്ത് പറ്റി? രാത്രിയിൽ ഏതാണ്ടൊക്കെ പിച്ചും പേയും പറയുന്ന കേട്ടല്ലോ. കമ്പനിയെ പറ്റിച്ചു, ഇനിയും പറ്റിക്കുന്നൊക്കെ. നേരാ? അതെ, പർച്ചേസ് ചെയ്യാത്ത സിമെന്റിന്റെയും കമ്പിയുടെയും കള്ളബില്ലുണ്ടാക്കി കാശ് വെട്ടിച്ചു. കടം വീട്ടാൻ നീ നിന്റെ വീട്ടിൽ നിന്നും കാശ് കൊണ്ടുവരുന്നില്ലല്ലോ. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ കാശില്ലാത്ത വീട്ടിലാണെന്ന് സുഖേട്ടന് അറിയാവുന്നതല്ലേ? കാശില്ലാത്ത വീട്ടിലെ പെണ്ണായിട്ടാണോ നിന്റെ ഇപ്പോഴത്തെ ജീവിതം? ഓ, അപ്പൊ സുഖേട്ടന്റെ മനസ്സിൽ ഏതാണ്ടൊക്കെ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ച നേരം. പണ്ടത്തെ സ്നേഹവും ഇഷ്ടമൊന്നും സുഖേട്ടന് ഇപ്പൊ എന്നോടില്ല. എന്നെ മോളെ വെറുത്തോളും. പക്ഷെ സുഖേട്ടൻ ഇതുപോലെ നശിക്കുന്ന എന്തിന്? എനിക്കത് കാണാനുള്ള ശക്തിയില്ല സുഖേട്ടൻ. ഞാനൊന്ന് കുടിച്ചത് വലിയ കുറ്റമായി നീ പറയുന്നത് എനിക്കിഷ്ടല്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സുഖേട്ടന് ശമ്പളം തരുന്ന കമ്പനിയെ അത് മാത്രം വേണ്ട സുഖേട്ടൻ. ഒന്നും സുഖേട്ടന്റെ എന്റെയോ കുറ്റമല്ല. ജോത്സ്യം പറഞ്ഞിരുന്നു, നമ്മുടെ രണ്ടാളുടെയും സമയം ഇപ്പൊ വളരെ മോശ. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ സുഖേട്ട? സുഖേട്ടൻ അങ്ങനെ അനാഥനൊന്നുമല്ലല്ലോ. നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ സുഖേട്ടന്റെ അനുജനും കുടുംബവും ഒക്കെ അവിടെ സുഖമായിട്ട് കഴിയാ. ആ വീടും കടയൊക്കെ സുഖേട്ടനും കൂടി അവകാശപ്പെട്ടതല്ലേ? സുഖേട്ടനും മോളും ഞാനും ഇവിടെ വന്നിട്ട് മാസം എത്രയായിട്ടും ഒരാളെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? മോളെ പോലെ അവര് വെറുത്തില്ലേ? അമ്മയെങ്കിലും ഒന്ന് വരുമെന്ന് കരുതി. നമുക്ക് ആരുമില്ല സുഖേട്ട, ആരുമില്ല. അവിടേക്കിനി തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സുഖേട്ടന്റെ ഭാഗം ഇനി തന്നേക്കാൻ പറയുന്നതല്ലേ നല്ലത്. കമ്പനിയെ വഞ്ചിക്കുന്നതിന് നല്ലതല്ലേ അത്? അല്ല സുഖേട്ട?